ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിൽസൺ. ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിൽ ഒരു ലൈറ്റനിങ് അറസ്റ്റർ എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. മേഘങ്ങളിലുണ്ടാകുന്ന വലിയ തോതിലുള്ള വൈദ്യുതി വായു വഴി എർത്തിലേക്ക് വരുന്ന ആ പ്രോസസ്സിനാണ് ലൈറ്റനിങ് അല്ലെങ്കിൽ ഇടിമിന്നൽ എന്ന് പറയുന്നത്. വൈദ്യുതിയുടെ അളവ് വളരെ കൂടുതലായ കാരണം അത് പോകുന്ന വഴിക്കുള്ള വസ്തുക്കളിൽ ഡാമേജ് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീട്ടിലാണ് ലൈറ്റനിങ് ഏൽക്കുന്നതെങ്കിൽ അത് വീടിൻ്റെ ഉപകരണങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പരിഹാരമായിട്ടാണ് ലൈറ്റനിങ് അറസ്റ്റർ ചെയ്യുന്നത്. ആ ലൈറ്റനിങ് അറസ്റ്റർ ഈ വൈദ്യുതിയെ വീട്ടിലേക്ക് കയറാതെ ബൈപ്പാസ് ചെയ്ത് നേരെ ഗ്രൗണ്ടിലേക്ക് നൽകുന്ന ഒരു പ്രോസസ്സാണ് ലൈറ്റനിങ് അറസ്റ്ററിലുള്ളത്. അപ്പോൾ വരുന്ന വൈദ്യുതിയെ സ്വീകരിക്കുന്ന ആ വൈദ്യുതി കോപ്പർ സ്ട്രിപ്പ് വഴിയായിട്ട് എർത്തിലേക്ക് കൊടുക്കുന്നു. വരുന്ന വൈദ്യുതിയെ സ്വീകരിക്കാൻ വേണ്ടി ലൈറ്റിംഗ് റോഡുണ്ട്. ആ ലൈറ്റിംഗ് റോഡിൽ നിന്ന് കട്ടിയുള്ള കോപ്പർ സ്ട്രിപ്പ് വഴിയായിട്ട് നമ്മൾ എർത്തിലേക്ക് ഗ്രൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന വൈദ്യുതി നേരെ എർത്തിലേക്ക് പോകുന്നു. വീടിൻ്റെ ഉപകരണങ്ങൾ സുരക്ഷിതമായിരിക്കും. അങ്ങനെയുള്ള വൈദ്യുതിയെ സ്വീകരിക്കാൻ, മേഘങ്ങളിൽ നിന്ന് വരുന്ന വൈദ്യുതിയെ സ്വീകരിക്കാൻ വേണ്ടി സ്പൈക്സ് ഉള്ള കോപ്പർ റോഡാണ് യൂസ് ചെയ്യുന്നത്. 5 സ്പൈക്കിൻ്റെ കോപ്പർ റോഡാണ് യൂസ് ചെയ്യുന്നത്. അത് വൈദ്യുതിയെ സ്വീകരിക്കുന്ന വൈദ്യുതി എർത്തിലേക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കോപ്പർ സ്ട്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. 25 mm 3 mm കട്ടിയുള്ള കോപ്പർ സ്ട്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ കോപ്പർ സ്ട്രിപ്പ് നമ്മൾ ലാസ്റ്റ് എർത്തിങ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. എർത്തിങ് പ്ലേറ്റാണ് ഈ 2 അടി സ്ക്വയർ ആയിട്ടുള്ള എർത്തിങ് പ്ലേറ്റാണ് എർത്തിലേക്ക് ഈ വൈദ്യുതിയെ കടത്തി വിടുന്നത്. അങ്ങനെയൊക്കെ ഇതുമായിട്ടൊക്കെ കണക്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ജോയിൻറ്റ് വേണ്ടി വരും. ആ ജോയിൻറ്റ് കോപ്പർ ഡയറക്റ്റായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. കോപ്പറിൽ ഇതിൻ്റെ ലെഡിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തതിന് ശേഷം, ഒരു ആവരണം കൊടുത്തതിന് ശേഷമാണ് ജോയിൻറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ക്ലാവ് പിടിച്ച് ജോയിൻറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. ആ ജോയിൻറ്റ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഈ ലെഡിൻ്റെ കോട്ടിങ് കൊടുത്ത് ആണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അതിനുശേഷം ഈ കോപ്പർ എർത്തിങ് പ്ലേറ്റ് ഇറക്കി വെക്കാനായിട്ട് 10 അടിയുള്ള ആഴമുള്ള 3 അടി വ്യാസമുള്ള കുഴി വേണം. അതിലേക്ക് നമ്മൾ കോപ്പർ പ്ലേറ്റ് ഇറക്കി വെക്കുന്നു. ആ കോപ്പർ പ്ലേറ്റിൽ എർത്തുമായിട്ട് നല്ല ചാലകമായിട്ട് വർത്തിക്കാനായിട്ട് കണ്ടക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ കോപ്പർ പ്ലേറ്റിന് ചുറ്റും എർത്തിങ് കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആ എർത്തിങ് കോമ്പൗണ്ട് പണ്ട് കരിയും ഉപ്പുമായിരുന്നു ആഡ് ചെയ്തിരുന്നത്. ഇപ്പം എർത്തിങ് കോമ്പൗണ്ടാണ്. ഒരു കുഴിയിലേക്ക് ഒരു 80 കിലോ എർത്തിങ് കോമ്പൗണ്ടിലും നമ്മൾ കൊടുക്കേണ്ടി വരും. ആ എർത്തിങ് കോമ്പൗണ്ട് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എർത്തുമായിട്ട് അവിടെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. വരുന്ന വൈദ്യുതി എർത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ലൈറ്റനിങ് റോഡിൽ നിന്നുള്ള ആ കോപ്പർ സ്ട്രിപ്പ് PVC പൈപ്പ് വഴി വന്ന് ഈ എർത്തിങ് റോഡിലേക്ക് അല്ലെങ്കിൽ എർത്തിങ് പ്ലേറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പം ഈ എർത്തിങ് റോഡ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു GI പൈപ്പിൻ്റെ അകത്ത് PVC പൈപ്പ് ഇട്ട് ഒന്നുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ്, വേറെ വീടുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാണ്. അതിൽ നിന്നുള്ള കണക്ഷൻ നേരെ നമ്മൾ എർത്തിലേക്ക് ഇല്ലയാണ്. അപ്പം വരുന്ന വൈദ്യുതി കൃത്യമായിട്ട് എർത്തിലേക്ക് ചാലകമായിട്ട് കണ്ടക്ട് ചെയ്ത് പോകുന്നത് കാരണം തീർച്ചയായിട്ടും നമ്മുടെ വീടിനത് സുരക്ഷ ഒരുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.